അപ്പോൾ സ്ത്രീകൾ എന്താണ് ഇത്തരം ഒരു സംഭവം ഉണ്ടാകുമ്പോൾ പ്രതികരിക്കുന്നതെന്നാണ് ഞാൻ കേൾക്കാൻ ആഗ്രഹിക്കുന്നത്. ശ്രീമതി സബീനയ്ക്ക് ഇത് കേൾക്കുമ്പോൾ എന്ത് തോന്നുന്നു? ഇതില് ആക്ച്വലി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് സോഷ്യൽ മീഡിയ മാനിയ, ഒരു മാനിയൊക്കെ ആയിട്ടുള്ള ഒരു സ്വഭാവമാണ് ഇപ്പൊ കാണുന്നത്. അതിപ്പോ എങ്ങനെയെങ്കിലും റീച്ച് ലൈക്ക് ഒക്കെ കിട്ടി അങ്ങനെ തിളങ്ങാം എന്ന രീതിയിലാണ് ആളുകൾ. ഒരു മാനിയ പോലെയാണ്. കാരണം സോഷ്യൽ മീഡിയയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ഇടുക. ഇവർക്ക് ഇതുമായിട്ട് ചേർന്ന് ഇവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടോ ഇല്ല എന്നുള്ളത് ആൾക്കാർക്ക് സംശയം തോന്നും. പിന്നെ കേരളത്തിൽ മാത്രമാണ് മറ്റൊരാൾ എന്നോട് പറഞ്ഞത് ഫോളോവേഴ്സ് കുറഞ്ഞാലൊക്കെ വലിയ നാണക്കേടാന്നാ പറയുന്നത്. 10,000-2,000 ഫോളോവേഴ്സ് ഉള്ളെങ്കിൽ ഇത്രയേ ഉള്ളെന്നൊരു ഇതൊരു കുറവ് പോലെയാണ്. അപ്പൊ അങ്ങനെ റീച്ച് കൂട്ടുക, ആളെ കൂട്ടുക. ആക്ച്വലി ഇങ്ങനെ ഒരു ഭയങ്കരമായിട്ടുള്ള വേർതിരിവ്, ആണുങ്ങൾ പെണ്ണുങ്ങൾ അല്ലെങ്കിൽ സ്ത്രീകൾ ഇരിക്കുന്ന സീറ്റിൽ പുരുഷന്മാർക്ക് ഇരിക്കാൻ പാടില്ല. കേരളത്തിന് പുറത്ത് ഇങ്ങനെയൊന്നും ഇല്ല കേട്ടോ. ഞങ്ങളൊക്കെ കേരളത്തിന് പുറത്ത് ഒരുപാട് ഞങ്ങൾ ബസ്സിലൊക്കെ ട്രാവൽ ചെയ്തിട്ടുള്ളവരാണ്. അവിടെയൊന്നും ഇങ്ങനെ സ്ത്രീ ഇരിക്കുന്ന സീറ്റിൽ പുരുഷൻ ഇരിക്കാൻ പാടില്ല, അല്ലെങ്കിൽ ദേഹത്തൊന്ന് മുട്ടിയാൽ തന്നെ ഇവിടെ വലിയ ഭയങ്കര ഒഫൻസ് ആണ് എന്നുള്ള രീതിയിലൊന്നും അവിടെ ആരും അതൊന്നും കണക്കിലെടുക്കാറേ ഇല്ല. പിന്നെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടോ എന്ന് കേട്ടാൽ ഉണ്ട്, ഇല്ലാണ്ടല്ല. പക്ഷെ ഇതില് അത്രത്തോളം സീരിയസ് ആയിട്ടുള്ള പ്രശ്നം അപ്പൊ തന്നെ നമുക്ക് പ്രതികരിക്കാമല്ലോ. നമുക്ക് ഇഷ്ടപ്പെടാത്ത അത്രയും നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടായാൽ നമ്മൾ അപ്പൊ തന്നെ പ്രതികരിക്കുമ്പോൾ ചിലപ്പോൾ നമ്മുടെ കൂടെ ആരും ഉണ്ടാവണമെന്നൊന്നുമില്ല, ആരും നമ്മളെ ഫേവർ ചെയ്യത്തൊന്നുമില്ല, എല്ലാവരും മിണ്ടാണ്ടിരിക്കത്തേ ഉള്ളൂ കേരളത്തിലെ ഒരു സ്ഥിതി വെച്ചിട്ട്. പക്ഷെ നമുക്ക് വേണമെങ്കിൽ നമുക്ക് പ്രതികരിക്കാം. പക്ഷെ നമ്മളിതിനെ ഒരു വിചാരണ പോലെ സൈബർ എടുത്തിട്ട് ഇങ്ങനെ അപമാനിക്കുന്നത് ശരിയല്ല. വീഡിയോ എടുക്കുന്നു, എന്നിട്ട് നമ്മൾ ഇങ്ങനെ പബ്ലിക്കായിട്ട് നമ്മൾ അതിനെ ഇട്ടിട്ട് നമ്മൾ അതിൽ നിന്ന് കിട്ടുന്ന കമന്റ്സ്. അപ്പൊ ഇതില് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ അതിന് താഴെ വരുന്ന കമന്റ്സ് ആക്ച്വലി അത് നോക്കാണ്ടിരിക്കുന്നതാണ് നല്ലത്. അപ്പൊ അത്രയധികം വളരെ മോശമായിട്ടുള്ള, നമ്മൾ ഭയങ്കര പ്രബുദ്ധ കേരളം എന്ന് പറയുകയാണെങ്കിലും അസഭ്യം മാത്രം പറയാൻ അറിയുന്ന ഒരു വിഭാഗത്തെയാണ് ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് ഈ സോഷ്യൽ മീഡിയയുടെ അതിപ്രസരണമാണ് ഇതിനെല്ലാത്തിനും കാരണം. അപ്പൊ ഇതിനൊക്കെ കുറച്ച് റെസ്ട്രിക്ഷൻ വരണം. എന്തും വീഡിയോ എടുത്ത് നമുക്ക് എന്തും ഇടാം, നമുക്ക് എന്തും, അതാണ് ഇവിടുത്തെ രീതി. സോഷ്യൽ മീഡിയയിൽ ഇട്ട് കഴിഞ്ഞാൽ ആൾക്കാർ നന്നായിട്ട് അതിനെ എൻജോയ് ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു ഭാഗത്ത് ഇനി ആ പെൺകുട്ടി ആത്മഹത്യ ചെയ്യേണ്ടി വരും. കാരണം അത്രയധികം ഇനിയിപ്പോ അങ്ങോട്ടാണ് പോയിരുന്നത്. അപ്പൊ ഇതിലൊക്കെ കുറച്ചുകൂടെ ഒരു പക്വത വേണം. ആണുങ്ങൾക്കായാലും പെണ്ണുങ്ങൾക്കായാലും ഇതിൽ കമന്റ് ചെയ്യുന്നവർക്കാണെങ്കിലും എല്ലാവർക്കും ഇതില് ഈ പ്രതികരിക്കുന്ന രീതിക്ക് വരെ ഒരു പക്വത വേണം. പിന്നെ എന്തിനാണ് ഈ ബസ്സിലൊക്കെ കയറുന്ന സമയത്ത് ഈ വീഡിയോ മൊബൈൽ ഫോണൊക്കെ ഓൺ ചെയ്ത് വെച്ചിട്ട് നമ്മളെ ആരെങ്കിലും മുട്ടുന്നുണ്ടോ എന്നൊക്കെ നോക്കി അങ്ങനെ വീഡിയോ എടുത്തിടേണ്ട കാര്യമൊന്നുമില്ല. കാരണം അത്രയ്ക്ക് സെൽഫ് കോൺഫിഡൻസ് ഇല്ല എന്നാണ് അതിന്റെ അർത്ഥം. ഇപ്പോഴത്തെ ഇവർ പറയുന്ന ഇക്വാലിറ്റിയാണ്, നമുക്ക് ഭയങ്കര ബോൾഡ് ആണ്, നമ്മൾ സെൽഫ് സഫിഷ്യന്റ് ആണ്, ഭയങ്കര മോട്ടിവേറ്റഡ് ആയിട്ടൊക്കെ അല്ല, ഒന്നുമല്ലാന്ന് ഇത് തെളിയിക്കുന്നുണ്ട്. കാരണം അവർക്ക് സെൽഫ് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ അവർക്ക് വീഡിയോ ആയിട്ട് കയറി മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ല. നമ്മുടെ കോൺഫിഡൻസും ഉണ്ടെങ്കിൽ നമുക്ക് ശരിക്കും റെസിസ്റ്റ് ചെയ്യാനും ആ സെൽഫ് റെസിസ്റ്റൻസ് അവർക്ക് തീർച്ചയായിട്ടും ഉണ്ടാവും. വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. അപ്പോൾ ശ്രീമതി സബീന ഒരു കൃത്യമായൊരു നിരീക്ഷണമാണ് വിഷയത്തിൽ പറഞ്ഞതെന്ന് എനിക്ക് തോന്നുന്നു. ശ്രീമതി വിനീത എന്നോടൊപ്പം തൃശ്ശൂരിൽ നിന്നാണ് ചേരുന്നത് അല്ലേ? തൃശ്ശൂർ എവിടെ നിന്നാണ് വിളിക്കുന്നത് ശ്രീമതി വിനീത? നമസ്കാരം, ഞാൻ തൃശ്ശൂർ കോഴിപ്പുള്ളി എന്ന് പറയും, നടത്തറ ഗ്രാമപഞ്ചായത്തിലെ കോഴിപ്പുള്ളി എന്ന് പറഞ്ഞ സ്ഥലത്താണ് വിളിക്കുന്നത്. ഞാനിത് കാലത്ത് തൊട്ടത് ഇപ്പോഴാണ് ഞാൻ ഇങ്ങനെ ടി വിയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ പെങ്കുച്ച് കാണിക്കുന്ന തന്നെ മഹാവൃത്തികേടാ. ആ വീഡിയോ പിടിക്കുമ്പോ തന്നെ അദ്ദേഹത്തിന്റെ ശരീരത്ത് അവള് തന്നെ മുട്ടുന്ന രീതിക്കാണ് നിൽക്കുന്നത്. അത് വീഡിയോ കണ്ടാൽ തന്നെ അറിയാം. ശരിക്കും പറഞ്ഞാ ഇത് എനിക്ക് പറയാൻ വിഷമം കൊണ്ടാണ് കിട്ടുന്നില്ല. കണ്ടാൽ തന്നെ അറിയാലോ. ശരിക്കും പറഞ്ഞാ അവളുടെ മാതാപിതാക്കളോട് പറയണം മക്കളെ മര്യാദയ്ക്ക് വളർത്താൻ. ആ പെങ്കുച്ചനെ വളർത്തുന്ന രീതി തന്നെ സെറ്റാ. അപ്പൊ ഏതായാലും ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഈ വിഷയത്തിൽ ഈ ചെറുപ്പക്കാരന്റെ കുടുംബം ഏക മകനാണ്. കുടുംബം നശിപ്പിച്ചില്ലേ? പറയുമ്പോ ഞാനും ഒരു പെണ്ണ, എനിക്കും ഉണ്ട് പെങ്കുച്ചുങ്ങള്. ഞാൻ എന്താ പറയാ, എനിക്ക് ആ അമ്മയുടെ കണ്ണീര് കണ്ടിട്ട് സഹിക്കാൻ പറ്റണില്ല. ഒരു കുടുംബം നശിപ്പിച്ചില്ലേ? ഒരു മൊബൈലും കൊണ്ട് കയറി ചെന്നിട്ട് ഒരു കുടുംബമാണ് നശിപ്പിച്ചത്. ഇവളെ മറ്റുള്ളവരൊക്കെ സത്യം പറഞ്ഞ ഇതിലൊരു നീതി നടപ്പിലാകും. ഈ ഇവരെ പിടികൂടുകയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാനും ഒക്കെ കൊണ്ടുവരിക തന്നെ വേണം സാർ, കൊണ്ടുവരാൻ തന്നെ വേണം. അവൾക്ക് അതിനുള്ള ശിക്ഷ മേടിച്ചു കൊടുക്കാൻ വേണം. ഞാൻ അവളൊന്ന് പ്രത്യേകിച്ച് പറയുന്നു. ആ പെൺകുട്ടി എന്നുള്ള അങ്ങനെ പറയാൻ പോലും ഇതില്ല. എന്താ പറയാ, തിരിച്ചാ പെൺകുട്ടിക്കാണെങ്കിൽ എന്തൊക്കെ ഉണ്ടായേനെ. വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. അപ്പോൾ എന്നോടൊപ്പം മറ്റു ചിലർ കൂടി ചേരുന്നുണ്ട്. അപ്പോൾ ഞാൻ വളരെ ചുരുങ്ങിയ വാക്കുകളിൽ, ശ്രീ രാധാകൃഷ്ണൻ വൈറ്റില, ചുരുങ്ങിയ വാക്കുകളിൽ, നമുക്ക് ഇന്ന് ധാരാളം ആളുകളുണ്ട്. അപ്പോൾ നമ്മുടെ സ്ത്രീകളുടെ ഒരു പ്രതികരണമാണ് കൂടുതൽ.
കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.